ഓം ഗുങ്കുരിഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 44. നാമകരണ മഹോത്സവം. ശ്ലോകം 1-2. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 1. ഗൂഢം വസുദേവഗിര കർത്തും ദേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗദഘോരാദത്തോ ഗർഗമുനിസ്ത്വദ്ഗൃഹം വിഭോഗരവാൻ. അന്വയം അർത്ഥം. വിഭോ എല്ലാറ്റിനും ശക്തമായവനെ, നിഷ്ക്രിയസ്യ ക്രിയാമുക്തനായ, തേ സംസ്കരാൻ അങ്ങയുടെ ജാതകർമ്മം തുടങ്ങിയ ക്രിയകളെ ഗൂഢം രഹസ്യമായി കർത്തും ചെയ്യുന്നതിനായി വസുദേവഗിര വസുദേവന്റെ വാക്കനുസരിച്ച് ഹൃദ്ഗദഹോരാ തത്വ ജ്യോതിശാസ്ത്ര നിയമങ്ങൾ അറിയുന്ന ഗർഗമുനിക്ക് ഗർഗൻ എന്ന മഹർഷി തദ്ഗൃഹം അങ്ങയുടെ ഗൃഹമായ ഗോകുലത്തിലേക്ക് ഗതവാൻ ഗമിച്ചു. ഹരിവു. സാരം: ക്രിയാരഹിതനായ ഭഗവാനെ ജാതക കർമാദികൾ ചെയ്യുവാൻ കുലഗുരുവായ ഗർഗനോട് വസുദേവർ അഭ്യർത്ഥിക്കുകയും ഗർഗൻ ഗോകുലത്തിൽ അതിനുവേണ്ടി വന്നെത്തുകയും ചെയ്തു. ഓം ഗുങ്കുരിഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 2. നന്ദോദനന്ദിതാത്മാ വൃന്ദിഷ്ടും മാനയന്നമം യമിനാം മന്ദസ്മിതാദ്രമൂജേ ത്വം സംസ്കരാൻ വിധാതുമുത്സുകതി. അന്വയം അർത്ഥം. അഥ അതിനുശേഷം നന്ദിതാത്മാ സന്തുഷ്ടചിത്തനായ ത്വത് സംസ്കരാൻ അങ്ങയുടെ സംസ്കാരങ്ങൾ വിധാതും ചെയ്യാൻ ഉത്സുകതി ആകാംക്ഷ ഹൃദയനും ആയ നന്ദഗോപൻ യമിനാം യമികളുടെ കൂട്ടത്തിൽ വൃന്ദിഷ്ടം ഉത്തമനായ അമും ഗർഗ മഹർഷിയെ മാനയൻ ബഹുമാനിച്ചു. മന്ദസ്മിതാർദ്രം പുഞ്ചിരി കൊണ്ട് ആർദ്രമായ വിധത്തിൽ ഊജേ പറഞ്ഞു. ഹരിവു. സാരം: നന്ദൻ ഗർഗമുനിയുടെ വരവോടുകൂടി സന്തോഷിച്ചു. പുത്രൻ്റെ ജാതകർമാദികൾ നടത്താൻ ആഗ്രഹിച്ചു. അതിനാൽ സന്തോഷത്തോടും യുക്തിയോടും കൂടി ആ കാര്യം മുനിയോട് പറയുകയും ചെയ്തു. ഹരിവു.